കൊച്ചി രാമേശ്വരം കനാലിന് സമീപത്തുള്ള കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. സ്വകാര്യ വ്യക്തി തോട് നികത്തി പുറമ്പോക്ക് സ്ഥലം കയ്യേറിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോടതി ഉത്തരവ് ലംഘിച്ചതായും ആക്ഷേപമുണ്ട്. ഇതൊക്കെ വഞ്ചി പോയിരുന്ന തോടാണ്. ഇതെല്ലാം ഈ അത്തിപ്പഴക്കാരുടെ നെല്ല് കൊയ്തു തന്നെ വഞ്ചി ഇതിലൂടെ പോയിട്ടുള്ള തോടായിരുന്നു. അതെല്ലാം ഇപ്പൊ നിങ്ങുന്ന റോഡായി. ഞങ്ങൾക്ക് ഇപ്പൊ ഈ വെള്ളക്കെട്ടിൽ ഞങ്ങൾക്ക് പരിഹാരമൊന്നുമില്ല. മഴ പെയ്താൽ വെള്ളക്കെട്ടും പകർച്ചവ്യാധിയും മൂലം ദുരിത ജീവിതം അനുഭവിക്കുകയാണിവർ. രാമേശ്വരം കനാലിലേക്ക് ഒഴുകിയിരുന്ന തോട് കയ്യേറി നികത്തിയതോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഈ തോട് കയ്യേറി ഒരു വ്യക്തി എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായേക്കണം. ഈ തോട് പുനഃസ്ഥാപിക്കണമെന്നും നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് കോടതി ജഡ്ജ്മെന്റ് ഉള്ളതാണ്. മുനിസിപ്പൽ കോടതിയുടെ ജഡ്ജ്മെന്റ് ഉള്ളതാണ് ഈ തോട് നികത്താൻ പാടുന്നത്. പക്ഷെ പാർട്ടിയുടെ ഒത്താശയോടുകൂടിയാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലറും NCP നേതാവുമായ VJ ഹൈസിന്ദിനെതിരെയാണ് നാട്ടുകാരുടെ പരാതി. കോർപ്പറേഷൻ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഈ റോഡിൽ വെള്ളപ്പൊക്കം വന്ന പോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. പിന്നെ ഈ കാണ കോരിയിട്ട് ഒരുപാട് വർഷങ്ങളായി. CPIM ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും നിലവിൽ മൗനത്തിലാണ്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. 24 കൊച്ചി.